എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചാണ്. നാം എത്ര കണ്ട് അറിയാൻ ശ്രമിച്ചാലും ബുദ്ധിക്ക് അതീതമായി നിൽക്കുന്ന ഒരു തത്വമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. താന്ത്രിക വിധിപ്രകാരം പ്രപഞ്ചം എന്ന് പറയുന്നത് മിഥ്യയല്ല, സത്യമാണെന്ന് പറയും. എന്താണ് താന്ത്രിക വിധിപ്രകാരം പറയാൻ കാരണം? ഈ ഭൂമിയിലെ സനാതന ധർമ്മത്തിൽ ഹിന്ദു എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് എന്താണ് തന്ത്രം എന്ന് പറയുന്നത്, താന്ത്രികം എന്ന് പറയുന്നത് എന്താണ്. ഞാനിവിടെ ഇപ്പൊ അത് പ്രതിപാദിക്കുന്നില്ല. കാര്യം ഞാൻ പറയാൻ പോകുന്ന പ്രപഞ്ചത്തെ കുറിച്ച് ആയതുകൊണ്ട് ഞാനിപ്പോ അത് പ്രതിപാദിക്കുന്നില്ല. എല്ലാ ക്ഷേത്രങ്ങളുടെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്ത്രജ്ഞാനമാണ്, താന്ത്രികമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തെ 2-3 ക്ഷേത്രത്തിന് അതിന്റെ എല്ലാമായി നിൽക്കുന്നത് തന്ത്രി എന്ന പേര് വരാൻ കാര്യം. തന്ത്രത്തിൽ നിന്നാണ് തന്ത്രി എന്ന പേര് വന്നത്. തന്ത്രം, യന്ത്രം, മന്ത്രം, ഈ 3 പദങ്ങൾ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ക്ഷേത്രത്തിൽ പോകുന്നവരാണോ, ക്ഷേത്രത്തെ നമ്മൾ അറിയേണ്ടവരാണോ, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതാണോ എങ്കിൽ തന്ത്രത്തെക്കുറിച്ച് അറിഞ്ഞാൽ മതിയാവും, യന്ത്രത്തെക്കുറിച്ച് അറിയാൻ മതി, മന്ത്രത്തെക്കുറിച്ച് അറിയണം. ഇത് 3 വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷേത്ര സംബന്ധമായ വിഷയങ്ങളിൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. കാര്യം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സനാതന ധർമ്മത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ഈശ്വരനെ പറ്റി പറയുകയും ആ ഈശ്വരനെ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം ക്ഷേത്രമാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേ തീർച്ചയായിട്ടും തന്ത്രത്തെക്കുറിച്ച് അവന് അറിവ് കൊടുക്കേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യം. ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി തന്ത്രജ്ഞാനമാണെങ്കിൽ ആ തന്ത്രജ്ഞാനം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. തന്ത്രജ്ഞാനത്തിലാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത്. നാം എല്ലാം, അതായത് ക്ഷേത്രത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ദേവീ ദേവന്മാരെ കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനതീതമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് സനാതനമാണ്. സനാതനം എന്ന് പറയുന്നത് എന്നും എന്നും നിലനിൽക്കുന്ന ഏത് വസ്തുവാണോ പരിണാമം സംഭവിക്കാതെ നിത്യമായിക്കൊണ്ട് യാതൊരു വിധത്തിലും ഒരു മാറ്റമുണ്ടാകാതെ ഏത് വസ്തുവാണോ നിലകൊള്ളുന്നത് ആ വസ്തുവിന്റെ ഒരു പര്യായമാണ് സനാതനം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൊണ്ട് നല്ല ഒരു വിഭാഗം ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് സനാതനം എന്നുള്ളത്. ആ സനാതന തത്വത്തില് അതിനെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തു പോകുന്ന ഒരു മതം എന്നുള്ളതാണ്, സംസ്കാരമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. ആ ഹിന്ദുമതത്തിൽ 100% നമ്മൾ വിശ്വസിക്കുന്നത് ക്ഷേത്രങ്ങളെയാണ്, അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ഷേത്രങ്ങളെയാണ്. അപ്പൊ ഈ ക്ഷേത്രജ്ഞാനം എന്ന് പറയുന്നത് തന്നെ തന്ത്രത്തിലാണ്, തന്ത്രത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് തന്ത്രജ്ഞാനം പറയും. നമുക്കൊന്നും കേട്ടു നോക്കാം. ഈ പറയുന്ന പരമാത്മ തത്വത്തിന് എല്ലാമായി പിന്നിൽ നിന്നുകൊണ്ട് എല്ലാത്തിനും ഉണർവ് നൽകുന്ന ആ ഒരു തത്വം, ആ തത്വത്തിനുണ്ടായ ഒരു വികാസമാണ്, അല്ലെങ്കിൽ അതിനുണ്ടായ ഒരു വിസ്ഫോടനമാണ് ഈ പറയുന്ന പ്രപഞ്ചത്തിന് ആധാരമെന്ന് പറയപ്പെടും. ആ വിസ്ഫോടനത്തിലുണ്ടായത് എന്താണോ അത് ഘനീഭവിച്ചിട്ട് അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് വ്യക്തമായിട്ട് ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽവത എന്ന് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്ന, ഹരിനാമകീർത്തി പറഞ്ഞിരിക്കുന്ന ഓർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വ്യക്തമായിട്ട് എഴുത്തച്ഛൻ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നും. ഈ പറയുന്നത് സത്യമാണെന്ന് തോന്നും. ഒന്നായിരിക്കുന്നത് ഒന്നിനെ
പലതായിട്ട് കാണാനും പല രൂപത്തിലും പല ആകൃതിയിലും പല നാമത്തിലും ഈ പ്രപഞ്ചോൽപ്പത്തിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നായിരിക്കുന്നതിനെ നമ്മൾ പലതായിട്ട് കാണുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു വൈഭവം, ആ സത്യത്തിനുണ്ടാകുന്ന ഒരു വൈഭവ ശേഷി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആ വൈഭവ ശേഷിയാണ് പ്രപഞ്ചമായിക്കൊണ്ട് ഇന്ന് ഈ ജഗത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് വ്യക്തമായിട്ടൊരു അറിവ് ഉണ്ടായേ മതിയാവും. ഈ നമ്മൾ കാണുന്ന ഈ പ്രകൃതി, ഈ നമ്മുടെ കണ്ടുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിരിക്കുന്ന ആ പ്രകൃതി മാത്രമല്ല ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനും അതീതമായിക്കൊണ്ട് ഗാലക്സി പോലെയുള്ളതും അതുപോലെ തന്നെ എല്ലാ പ്രാണിവർഗത്തിനും ആധാരമായിക്കൊണ്ട് ചൈതന്യം കൊടുക്കുന്ന എന്താണോ അതാണ് ആ സത്യം. അപ്പൊ ആ സത്യത്തിന് ഒരു കാരണവശാലും പരിണാമമില്ല, അതില്ലാതാകുന്നില്ല. അപ്പോൾ അതെന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ സത്യം എന്ന് പറയും. അതിൽ നിന്നുണ്ടായ ഈ ശരീരങ്ങളെല്ലാം തന്നെ അതും തന്ത്രം പറയുന്നത് സത്യമാണ് എന്ന്, അല്ലെങ്കിൽ മിഥ്യയല്ല എന്ന് പറയും. അതിനെ വിരാട പുരുഷൻ എന്ന് ഭാഗവതം ഉദ്ഘോഷിക്കുമ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളും അതിനെ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. വിരാട പുരുഷൻ തന്നെയാണ്. വിരാട് എന്ന് പറയുമ്പോൾ തന്നെ അത് സീമാതീതമായി നിലകൊള്ളുന്ന എന്തോ ഒന്ന് എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങേയറ്റം അമീബയിൽ തൊട്ട് അങ്ങേയറ്റം ഏറ്റവും വലിയ ശരീരിയായ അല്ലെങ്കിൽ ശരീരമുള്ള ബ്ലൂ വെയിൽ വരെ ഇതിന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിലുണ്ടാകുന്ന ചൈതന്യ വിശേഷത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതില് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്, എന്താണോ ഇതെല്ലാത്തിനും അമീബ തൊട്ട് മുകളിലേക്ക് ഓരോ ജീവികളിലും, അത് സസ്യമായാലും കൊള്ളാം, ജന്തുവർഗമായാലും കൊള്ളാം, ഇതൊക്കെ തന്നെ അതിൻ്റെ ആത്മാംശത്തിന്റെ വളർച്ച കുറേശ്ശെ വലുതായതിനു ശേഷം, വികാസം സംഭവിച്ചതിന് ശേഷം ബുദ്ധിവൈഭവത്തിൽ വ്യാപ്തി ഉണ്ടായതാണ് മനുഷ്യൻ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ബുദ്ധിക്ക് അനുയോജ്യമായ രീതിയിൽ ചിന്തിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും എത്തേണ്ട തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറയേണ്ടിയിരിക്കും. അവ്യക്തമായിരിക്കുന്ന വസ്തുവിൽ നിന്നാണ് വ്യക്തമായ ഒരു വസ്തു ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവ്യക്തമായ ഈശ്വര ചൈതന്യം ഇന്ദ്രിയഗോചരമായ ഒരു രൂപം പൂണ്ടു നിൽക്കുന്നു. അതാണ് പ്രപഞ്ചം എന്ന് വന്നുകൂടുന്നുണ്ട്. അത് നമുക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വേദപുരാണാദികളിൽ വർണ്ണിക്കുന്ന വിരാട പുരുഷന്റെ സങ്കല്പവും ഇതിൽ തന്നെ ഉണ്ടാവാൻ. വിരാട പുരുഷൻ എന്ന് ഭാഗവത്തിൽ പറയുന്നുണ്ട്. ആ സങ്കല്പം ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. ഇത് ഭാഗവത്തിൽ മാത്രമല്ല, നമ്മുടെ ഭഗവത്ഗീതയിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ശ്രുതിവാക്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈശ്വര ചൈതന്യമായി നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ തന്നെയാണ്. അപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു വലിയ ജീവനാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഭൗതിക തലം വരെ, അതായത് ഭൂമിതത്വം വരെ ഇറങ്ങി വരുന്ന സർഗശക്തിയുടെ പ്രഭാവത്താൽ സൃഷ്ടമായ ഈ ബ്രഹ്മാണ്ഡ ശരീരവും അതിൽ അന്തര്യാമിയായി വർത്തിക്കുന്ന പരമാത്മ ചൈതന്യവും നമ്മെ ഒരു ശരീരവും ജീവനുമുള്ള ഒരു വലിയ ജീവിയെ അനുസ്മരിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇതൊരു ഗ്രന്ഥത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഗ്രന്ഥം മാത്രമല്ല, അനേക ഗ്രന്ഥങ്ങളും നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളും ഇത് തന്നെയാണ് ഉദ്ഘോഷിക്കുന്നത്. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു വലിയ ജീവിയാണ്. ജീവി എന്ന് പറയുന്ന ജീവനുള്ള ഒരു ജീവിയാണ് പ്രപഞ്ചം എന്ന് പലയിടത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത എന്ന് പറയുന്നത്, ഭഗവത്ഗീത എന്ന് പറയുന്നത് വേദങ്ങളുടെയും ഉപനിഷത്തിന്റെയും ഒരു ചെറിയ പതിപ്പായതുകൊണ്ട്
അതിൻ്റെ ബ്രീഫ് ആയതുകൊണ്ട് അതിൽ പറയുന്ന കാര്യമാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വലിയ ജീവനിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം അതിൽ നിന്നും, അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, അത് ബ്രഹ്മാണ്ടവും ബാക്കിയുള്ള നമ്മളൊക്കെ പിണ്ടാണ്ടവും ആണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വലുതും ചെറുതുമായിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് തന്നെ ഞാൻ തന്നെ അത്. പക്ഷെ അത് ഞാനാകണമെങ്കിൽ അതിനെ അറിയണം എന്നുള്ള ഒരു തത്വം കൂടി നാം മനസ്സിലാക്കണം. അതിനെ അറിയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ടാണ് മുക്തിക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്വശരീരത്തെക്കുറിച്ച് അറിയാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പറയും. ആരാണോ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി യത്നിക്കുന്നത്, വളരെ ചുരുക്കത്തിൽ ചുരുക്കം ആളുകൾ മാത്രമേ അതിനുവേണ്ടി യത്നിക്കാറുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഈ പറയുന്ന ക്ഷേത്രതലത്തിൽ അവര് ക്ഷേത്രവും പള്ളികളും മസ്ജിദും ഒക്കെ അതിൽ പോയിട്ട് അതിൽ നിന്നും കിട്ടുന്ന എന്താണോ ഭക്തി അതിലാണ് അവർ ഉറച്ചു നിന്ന് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും മനുഷ്യൻ എന്തൊക്കെയോ ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താണ് സംഭവം എന്ന് ആർക്കും അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞു ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ കേട്ട് ഓരോരുത്തർ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ പുറകെ ഓടുക ചെയ്യുന്നു. അപ്പൊ എന്താണ്, ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങളെ കൊതിക്കുന്നതാണ് ആളുകളെങ്കിൽ ആ ഭൗതിക തലത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള മൂർത്തികളെയോ ക്ഷേത്രങ്ങളെയോ വഴിപാടിനെയോ ഒക്കെ ആശ്രയിച്ച് ജീവിച്ച് മനുഷ്യന്റെ ഒരു ജീവിതം തുറഞ്ഞു പോവുക ചെയ്യുന്നു. ചിലര് കൈലാസത്തിൽ പോയി കൈലാസത്തിൽ അഞ്ചു പ്രാവശ്യം പോയ കൈലാസത്തിൽ പോയവരുണ്ട്, 10 പ്രാവശ്യം 3 പ്രാവശ്യം പോയവരുണ്ട്, 2 പ്രാവശ്യം പോയവരുണ്ട്. കൈലാസത്തിൽ പോയിട്ട് വന്നത് അവർക്ക് കൈലാസം കണ്ടു എന്നുള്ളത്, അല്ലെങ്കിൽ ഹിമാലയ സ്ഥാനങ്ങളിൽ പോയി എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് എന്ത് ഗുണം കിട്ടിയെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ഉത്തരവില്ല. സത്യം പറഞ്ഞാൽ പല യോഗികളുടെയും വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ നമ്മൾ ശ്രദ്ധ കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ നിന്റെ കർമ്മം നിർവഹിച്ച് നീ എവിടെയാണോ സ്വധർമ്മത്തിനനുസരിച്ച് കർമ്മം ചെയ്യാൻ പറ്റുന്നത്, ഏത് ഗ്രഹത്തിലാണോ നീ ജനിച്ചിരിക്കുന്നത്, ഏത് സമൂഹത്തിലാണോ നീ ജനിച്ചിരിക്കുന്നത്, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കർമ്മയോഗിയായി മാറാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് ഭഗവത്ഗീത ആയാലും ശരി മറ്റുള്ള ഗ്രന്ഥങ്ങളും പറയുന്നതിൻ്റെ പിന്നാമ്പുറം അറിയാതെ മനുഷ്യൻ ഉഴലുകയാണ് ചെയ്യുന്നത്. എവിടൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ള തലത്തിൽ പലരെ ആശ്രയിക്കുന്നു. കാപട്യം നിറഞ്ഞ ഈ ലോകത്തിൽ കാഷായ വേഷധാരികൾ അനേകമുണ്ട്. പക്ഷേ പുറമേ കാണിക്കുന്നതല്ലായിരിക്കും ഉള്ളിലിരിപ്പ് എന്ന് വ്യക്തമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ നാം വഞ്ചിക്കപ്പെടുകയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിവുണ്ടാവും. നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ വഞ്ചിക്കുന്ന കാഷായ വസ്ത്രധാരികളായ അനേകം പേരുണ്ട്. ആശ്രമത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇത് തന്നെ, മഠാധിപതികളായി കഴിഞ്ഞാൽ അവിടെയും ഇത് തന്നെ. ആരെയും എങ്ങും എത്തിക്കാതെ അവരുടെ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ആ ഒരു തലത്തിൽ നിന്നും അവരെ ഒരു കാരണവശാലും വ്യതിചലിക്കാൻ അനുവദിക്കാതെ അവരുടെ കൂടെ തന്നെ ശിങ്കിടികളായി നിർത്തിക്കൊണ്ട് അവരെ ആ തലത്തിലേക്ക്, അതായത് അവരുടെ തലത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ് നാം കണ്ടുവരുന്നത്. എവിടെ പോയാലും സമ്പത്തിന്റെ വ്യവസ്ഥതയുള്ളൂ. ഏത് ആശ്രമമായാലും ശരി അതിന്റെ ചുറ്റുപാടും എല്ലാം തന്നെ സമ്പദ് വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനെ നന്നാക്കണമെന്നോ അല്ലെങ്കിൽ അവനെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്ത്, ഈവൻ ക്ഷേത്രങ്ങൾ പോലും യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്ത് ഒരു വ്യക്തിയെ അവനെ അതിൽ നിന്നും ഉയർന്ന നിലയിലേക്ക് നയിക്കണമെന്ന് ആരും ചിന്തിക്കാറില്ല എന്ന് വ്യക്തമായി. ഇതൊരു വ്യാമോഹം മാത്രമാണ്. എന്തുവാ, ഞാൻ ക്ഷേത്രത്തിൽ പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു വ്യാമോഹം മാത്രമാണ്. എന്തൊക്കെയോ ധരിച്ചു വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്ന ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ 1.5 മണിക്കൂർ ചെയ്യും, 2 മണിക്കൂർ ചെയ്യും, 3 മണിക്കൂർ ചെയ്യും. എന്ത് കുന്തമാണ് അവർ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയാം. മനസമാധാനത്തിനുള്ള ആദ്യത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാതെ ഒരു വ്യക്തിക്കും മനസ്ഥിതി, അതായത് മനസ്സിന്റെ സമസ്ഥിതി കിട്ടാതെ ഒരു വ്യക്തിക്കും അവന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതിനാദ്യം ഇന്ദ്രിയങ്ങളെ അവൻ കണ്ടുപിടിക്കണ്ടേ. ഇന്ദ്രിയങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ. പറഞ്ഞു ഞാൻ മുന്നോട്ട് പോകുന്ന ആ തലത്തിലേക്ക് വരുന്നതുകൊണ്ട് പ്രപഞ്ചത്തെ വിട്ടുപോകുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് അതിലേക്ക് തന്നെ പോകാം, പ്രപഞ്ചത്തിന്റെ തലത്തിലേക്ക് പോകാം. ഒരു വലിയ ജീവനാണെന്നാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അഥവാ
ഈശ്വരനാകുന്ന ജീവന്റെ ശരീരമാണ് പ്രപഞ്ചം. മാത്രമല്ല ഈ ജീവൻ പ്രപഞ്ചത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ അണുവിലും തുടിക്കുന്നുണ്ട് അല്ലേ? ഒരു അമീബ തൊട്ട് ഏറ്റവും സൂക്ഷ്മജീവിയായ ഒരു അമീബ തൊട്ട് അങ്ങ് അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ഒരാനയായാലും ശരി, അതുപോലെ തന്നെ ഒരു ബ്ലൂ വെയിലായ ഏറ്റവും വലിയ ശരീരമുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ട ഒരു ജീവിയാണ് ബ്ലൂ വെയിൽ. അതിലും വലിയ ജീവികളെ ഇപ്പൊ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിൽ പോലും തുടിക്കുന്നത് ഒരേ ജീവൻ തന്നെയാണ്. ഈ ജീവനാണ് എല്ലാ പ്രപഞ്ച വസ്തുക്കളിലും തുടിക്കുന്നത്. അപ്പൊ ഈ അണുവിൽ തൊട്ട് ഈ പറയുന്ന സൂര്യചന്ദ്രാദികളിൽ പോലും തുടിക്കുന്നത് അതേ ജീവനാണെങ്കിൽ ആ പ്രപഞ്ചത്തിൽ എല്ലാ തലങ്ങളിലും ജീവന്റെ അംശമായിട്ട് നിലനിൽക്കുന്നത് ഒരേ പരമാത്മാവ് തന്നെയല്ലേ, ഒരേ തത്വം തന്നെയല്ലേ? അപ്പൊ ഇതിന് മിഥ്യയാണെന്ന് പറയുന്നത് തന്ത്രശാസ്ത്രം അനുവദിക്കുന്നില്ല എന്ന് സാരം. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. എവിടെയും തുടിക്കുന്നത് ഇത് തന്നെയാണ് എങ്കിൽ അതെന്തുകൊണ്ട് മിഥ്യയായി മാറും? അത് സത്യമല്ലേ? പ്രപഞ്ചത്തിൽ എല്ലാത്തിലും ഓരോ അണുവിലും സ്ഥിതി ചെയ്യുന്നത് ആ പരമാത്മ തത്വത്തിന്റെ ചൈതന്യമാണെങ്കിൽ ആ ചൈതന്യം എന്നും നിലനിൽക്കുന്നുണ്ട്. കാര്യം ജീവിയുടെ ശരീരം മാത്രമേ മാറിപ്പോകുന്നുള്ളൂ. ഓരോ ജീവിയുടെയും ബാഹ്യമായ ഷെല്ല് മാത്രമേ മാറിപ്പോകുന്നുള്ളൂ. അതിന് പകരമായി അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന തത്വത്തെ ആർക്കും നശിപ്പിക്കാനോ ആർക്കും എടുത്തു കളയാനോ ഒന്നും സാധ്യമല്ല. അത് പിന്നെയും തിരിച്ചു വരുന്നു വേറൊരു രൂപത്തിലെന്ന് നാം ധരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു തലത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം മിഥ്യയല്ല, സത്യം തന്നെയാണെന്ന് തന്ത്രശാസ്ത്രം പറയുന്നത് ശരിവെക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവനെ തേടിക്കൊണ്ടുള്ള ഇന്നത്തെ ജീവശാസ്ത്രത്തിന്റെ ധാർഷ്ട്യത്തോടുള്ള പ്രയാണം അവസാനിപ്പിക്കുവാൻ പോകുന്നത് ഒരു മരുമരീചികയിലായിരിക്കാൻ ഇടയുണ്ടെന്ന് പറയുന്നു. അല്ലെ, ഞാൻ മുമ്പേ പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. ദൈവഗണം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന് ശാസ്ത്രീയപരമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഉപകരണങ്ങളോടുകൂടി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ളത് എത്ര വർഷം കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവഗണത്തെ അടുത്തും ദൈവത്തെ കണ്ടുപിടിക്കാം. യാതൊരു ഉപകരണവും ഇല്ലാതെ അവനവന്റെ ബുദ്ധിയും മനസ്സും കൊണ്ട് യോഗികൾ ആ മാർഗത്തിൽ കണ്ടുപിടിച്ചതിന് ശേഷം പറഞ്ഞു ഇതാണ് സത്യം, ഇതിനപ്പുറത്തേക്ക് ഒരു സത്യമില്ല എന്ന് വ്യക്തമാക്കി തന്നു. നമുക്ക് അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശാസ്ത്രത്തെ നമ്മൾ ആ നിലയിൽ അല്ലെങ്കിൽ ശാസ്ത്രതലത്തിൽ നമ്മൾ യുക്തിക്കനുസരിച്ച് ചിന്തിക്കുന്നു. ഇന്ന് വളരെ ഉയർന്ന തലത്തിൽ റിട്ടയർഡായ ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് അല്പനേരം സംവാദം നടത്തേണ്ടി വന്നു. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ, ബോഡി എന്ന് പറയുന്ന ഒരു കെമിക്കൽ സംഭവമാണ്, രാസപ്രവർത്തനമാണ് നടക്കുന്നത്, മരിക്കുമ്പോൾ അത് ഇല്ലാതാവുന്നു എന്നൊക്കെയുള്ള തലത്തിൽ പുള്ളി അങ്ങോട്ട് യുക്തിയുക്തം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഏതൊരു വ്യക്തിയാണോ യുക്തിക്കനുസരിച്ച് സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് യുക്തിബോധത്തിൽ അല്ലെങ്കിൽ ബുദ്ധി വളരാത്തത് കൊണ്ട്, ബുദ്ധിയുടെ തലത്തിൽ വിവേകം വളരാത്തത് കൊണ്ടും ബോധതലത്തിൽ ഉണർവുണ്ടാകാത്തത് കൊണ്ടും ആ വ്യക്തിക്ക് അയാൾക്കറിയാവുന്ന കാര്യമോ അദ്ദേഹം പഠിച്ച കാര്യങ്ങളോ മറ്റൊരാളിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് യുക്തിവാദം എന്ന് പറയുന്നത്. ആ വാദത്തിന് യാതൊരു വിധമായ ശരിയുമില്ല. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയാണോ ഇത് അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, പ്രപഞ്ചത്തെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്, ആ വ്യക്തിക്ക് മാത്രമേ ബോധതലത്തിൽ ഉണർവുണ്ടാവത്തുള്ളൂ. ബോധതലം ഉണർന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് സൂക്ഷ്മതലത്തിലേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളെ അറിയാതെ എങ്ങനെയാണ് അവനെ മനസ്സിനെ അറിയുക? ഇന്ദ്രിയങ്ങളും മനസ്സുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നത് മനസ്സിന്റെ കഴിവുകൊണ്ടാണെന്ന് നമുക്ക് തന്നെ അറിയാം. സയൻസ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ ബോധത്തിന്റെ തലത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സൂക്ഷ്മതലത്തിലേക്ക് എങ്ങനെ കടക്കാൻ പറ്റും? ഭൗതിക തലത്തിൽ എന്താണോ കാണുന്നത് അതിൽ മാത്രം ഉറച്ചു നിന്ന് പോകുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നും മാറ്റം വരുത്താൻ ആ വ്യക്തിക്ക് താല്പര്യമില്ലാത്തത് താൻ പറയുന്ന വാദം ശരിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് ധരിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യുക്തിവാദികളോട് ഒരു കാരണവശാലും ആർഗ്യുമെന്റ് നടത്തരുത് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. ആർഗ്യുമെന്റ് നടത്തി കഴിയുമ്പോഴുണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവർ പറയുന്ന തലത്തെ വിജയിപ്പിക്കാനുള്ള എല്ലാ അടവുകളും അവർ പ്രയോഗിക്കും. ആ അടവുകൾ കൊണ്ട് അവരെന്ത് ചെയ്യും? നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കും. നമ്മളിലെ എനർജി വ്യർത്ഥമാകുന്നതല്ലാതെ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് പ്രപഞ്ച തത്വം എന്ന് പറയുന്നത്, ഞാൻ ഇതിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള, ഏറ്റവും കുറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഒരു തലത്തിലെ നോളജ് മാത്രമേ, അറിവ് മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. ഇത് 2, 3, 5 ഭാഗമായിട്ട് നമുക്ക് എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരൊറ്റ സെന്റൻസ് കൊണ്ട് നമുക്ക് ഒരു 15-20 മിനിറ്റ് സംസാരിച്ചാൽ അതൊന്നും തീരത്തൊന്നുമില്ല. എങ്കിലും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തത്വമല്ല ഇതെന്നും, ഈ തത്വത്തെ ഉൾക്കൊള്ളാൻ നാം സാവധാനത്തിൽ ഇന്നർ കോൺഷ്യസിലേക്ക്, അതായത് നമ്മുടെ ബുദ്ധിതലത്തെ വികസിപ്പിച്ച്, വിവേകത്തെ വികസിപ്പിച്ച്, ബുദ്ധിതലത്തെ വികസിപ്പിച്ച് ബോധതലത്തിന് ഉണർവുണ്ടാക്കി ബോധതലത്തിൽ കൂടി മുന്നോട്ട് പോയാൽ കഴിഞ്ഞാലേ ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെയോ അറിയാം എന്നുള്ളതിൽ കവിഞ്ഞ് ആ അറിവ് അനുഭവമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് മനുഷ്യൻ, പലരും ബുക്കുകൾ എഴുതുന്നുണ്ട്, ഒത്തിരി പേര് പല ബുക്കുകൾ എഴുതുന്നുണ്ട്. ഞാൻ നാരായണീയം ഞാനത് 2ാമത് വിവർത്തനം ചെയ്തു. ചിലർ പറയും ഞാൻ ഇത് ഭഗവത്ഗീത ഞാൻ വിവർത്തനം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ വ്യാഖ്യാന തത്വങ്ങളെക്കുറിച്ച് അവർക്ക് അല്പമെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അറിവ് അനുഭവപ്പെടാതെ ഒരു കാരണവശാലും ഒരു വ്യക്തിക്ക് അവൻ്റെ ഈശ്വരീയ തലത്തിൽ അല്ലെങ്കിൽ ആത്മീയ തലത്തിലേക്ക് ഉയരാൻ ഒരിക്കലും സാധ്യമല്ല. ആ തലത്തിലേക്ക് ഉണർവുണ്ടാകണമെങ്കിൽ അവൻ മിണ്ടാതിരുന്ന് ബോധതലത്തെക്കുറിച്ച് അറിയാനുള്ള ധ്യാന അവസ്ഥയിലേക്ക് കടക്കാതെ ഒരു കാരണവശാലും സാധ്യമല്ല. ഓഷോ പറയുന്നത് ഇത് തന്നെയാണ്. ഓഷോയുടെ മിക്കവാറും ഉള്ള ചെറിയ ചെറിയ ടിപ്സ് വരാറുണ്ട്. എത്ര കറക്റ്റായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ്. ബാക്കിയുള്ള ആര് പറയുന്നതിനെക്കാട്ടിലും വിശ്വാസയോഗ്യമായ കാര്യങ്ങളാണ് ഓഷോ പറയുന്നത്. ഓഷോ എത്തിച്ചേർന്നത് അതുപോലെ തന്നെയാണ്. മറ്റുള്ളവർക്ക് കൊടുത്തതെല്ലാം തന്നെ കള്ളും കഞ്ചാവും ബാക്കിയുള്ള കാര്യം കൊടുത്തിട്ട് അദ്ദേഹം ഉള്ളിലേക്ക് പരമാത്മാർത്ഥത്തെ അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഓഷോയുടെ കാര്യങ്ങൾ, ഓഷോ പറയുന്ന ഓരോ കാര്യവും 100% സത്യമാണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പം പ്രപഞ്ചം എന്ന് പറയുന്നത് അനിത്യമാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോധ്യം ആകുന്നുണ്ടെന്ന് തോന്നുന്നുവെങ്കിലും അതിൽ നിന്നും അത് അനിത്യമല്ല, നിത്യതയുടെ ഒരു പ്രതിരൂപമാണെന്നുള്ള ആ ഒരു തലത്തിലേക്ക് നാം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമസ്കാരം.